യൂറോപ്പിലെ 2 രാജ്യങ്ങൾ പരസ്പരം 75 വർഷം യുദ്ധം ചെയ്ത് തകർന്നു. നാം നിൽക്കുന്നത് അന്ത്യകാലത്തിൻ്റെ ഒടുവിലത്തെ സ്റ്റേജിലാണ്. 2 മഹാസംഭവങ്ങൾ ഈ തലമുറയിൽ നടക്കും. ഒരു ദോശ ചുട്ടുകൊണ്ടുവരാൻ താമസിച്ചതിന് ചായക്കടക്കാരനെ കൊന്നു. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കാലമില്ല. 1950 ശേഷം ശാസ്ത്രത്തിൻ്റെ പുരോഗതി, ടെക്നോളജി വർദ്ധിച്ചു. നാം നിൽക്കുന്ന ഈ 2023 ഹൈടെക് യുഗമാണ്. സാങ്കേതിക സദ്യകളുടെ ഒരു വിഭവമെങ്കിലും കഴിക്കാത്ത ഒരു വ്യക്തിയില്ല. ലോകത്തിൽ 198 രാജ്യങ്ങളിലുള്ള 800 കോടി ജനങ്ങളെയും ശാസ്ത്രം ഒറ്റ മാലയിൽ കൊരുത്തിക്കഴിഞ്ഞു. ആ മാലയുടെ പേരാണ് ഇൻ്റർനെറ്റ്. എവിടെയെല്ലാം നേട്ടങ്ങൾ കൊയ്തെടുക്കാമോ അവിടെയെല്ലാം കൊയ്തെടുത്തു. ഭൂമിയുടെ അടിയിൽ 2ാമത്തെ തട്ടിൽ 6000 ഡിഗ്രിയിൽ കത്തുന്ന അറ്റ്മോസ്ഫിയറിൽ, അസ്തനോസ്ഫിയറിൽ ആ ചൂടിനെ അതിജീവിച്ച് ജീവിക്കുന്ന ആർക്കി ബാക്ടീരിയയെ ശാസ്ത്രം തൊട്ടു. കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്തെ ഓക്സിജൻ ഇല്ലാത്ത, ഗ്രാവിറ്റി ഇല്ലാത്ത, ചുട്ടുപൊള്ളുന്ന ചൂടിൽ കിടക്കുന്ന ഗ്രഹങ്ങളിലെ പാറകളുടെ ഇടയിൽ കിടക്കുന്ന അണുക്കളെ ശാസ്ത്രം തൊട്ടു. മരിച്ചിരിക്കുന്ന ജനങ്ങളെ, മരിച്ചുപോയവരെ ഉയർപ്പിക്കുവാൻ സയൻസ് ശ്രമിക്കുന്നു. നടക്കത്തില്ലെങ്കിലും അവരുടെ ആഗ്രഹം. എല്ലാ വിധത്തിലും എല്ലാ മേഖലകളിലും ശാസ്ത്രം ഉയർന്നില്ലേ? അതിസുന്ദരമായ റോഡുകളിലെ നമ്മുടെ മുമ്പിൽ. ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളാണ്. അതിമനോഹരമായ വീടുകൾ, വാഹനങ്ങൾ, ഭക്ഷണങ്ങൾ, ഇത്രയുമെല്ലാം ഉയർന്നെങ്കിലും ഒരു പിന്നാമ്പുറം ഞാൻ കാണിക്കാം. അതാണ് ചിന്തിക്കേണ്ടത്. ഈ പുരോഗതിയെല്ലാം അനുഭവിക്കുമ്പോഴും മനുഷ്യൻ്റെ സ്വഭാവം തകർന്ന് തരിപ്പണമായി. ഇന്ന് സ്വാർത്ഥതയല്ലേ ലോകത്തിൽ അധികവും. സ്വന്തം കാര്യം മാത്രമല്ലേ നോക്കുന്നത്. മനുഷ്യ സ്വഭാവത്തിൽ ക്രൂരത കുടികൊള്ളുന്നില്ലേ? നിസ്സാര കാര്യങ്ങൾക്ക് ആളുകൾ കൊല്ലുന്നില്ലേ? കേരളം മുതൽ അമേരിക്ക വരെ നോക്കിക്കേ. കേരളത്തിൽ പത്രത്തിൽ വായിച്ചില്ലേ? ഒരു ദോശ ചുട്ടുകൊണ്ടുവരാൻ താമസിച്ചതിന് ചായക്കടക്കാരനെ കൊന്നു. അമേരിക്കയിൽ 5 വയസ്സുള്ള ഒരു കൊച്ചൻ സ്കൂൾ ടീച്ചറെ വെടിവെച്ചു. ക്രൂരത വർദ്ധിക്കുന്നു, സ്നേഹം തണുക്കുന്നു, കുടുംബ ബന്ധങ്ങൾ പിരിയുന്നു, വിവാഹമില്ലാതെ കുടുംബജീവിതം നയിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. മ്ലേച്ഛത സാധാരണ സംഭവമായില്ലേ? ഏറ്റവും ഹീനമായ വിധത്തിലുള്ള സദാചാരം ലോകം മുഴുവൻ നശിച്ചില്ലേ? നിങ്ങൾ കേരളത്തെ മാത്രം കാണരുത്, ഇന്ത്യയെ കാണരുത്, ലോകത്തെ നോക്കുക. മ്ലേച്ഛത ആകാശത്തോളം കുമിച്ചുകൂടിയില്ലേ? ഒരു ഗവൺമെന്റിനും ഈ ലോകത്തിൽ നിയന്ത്രിക്കാൻ മേലാത്ത വിധത്തിൽ മയക്കുമരുന്നുകളുടെ ലോബി ലോകത്തിൽ പിടിമുറുക്കിയില്ലേ? എവിടെയെങ്കിലും സമാധാനമുണ്ടോ? മനുഷ്യർ ഇത്രയും ഹീനരായ ഒരു ചരിത്രമുണ്ടോ? ഒരു ഭാഗത്ത് സയൻസ് ഉയർന്നു, സർവകലാശാലകൾ ഇഷ്ടം പോലെ, ലോകത്തിൽ ഡിഗ്രിക്കാർ ഇഷ്ടം പോലെ. നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ എല്ലാം ഡിഗ്രിക്കാരല്ലേ? ഈ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? സാങ്കേതിക സദ്യകളുടെ കുറവാണോ? എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ആധുനികതയും ഉണ്ടായിട്ട് എന്തുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം ഹീനമാകുന്നു? ഉത്തരം, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. അപ്പോൾ തന്നെ ഒരു വാഗ്ദത്തം, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. 2 മഹാസംഭവങ്ങൾ ഈ തലമുറയിൽ നടക്കും. ഒന്ന്, വാഗ്ദത്തം ചെയ്ത കർത്താവ് മടങ്ങി വരും. തനിക്കായി കാത്തിരിക്കുന്നവരെ സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കും, ആഗീരണം ചെയ്യും. 2, ഈ ഭൂമി ഒരു പൈശാചിക ഭൂമിയാകും. ആ പൈശാചിക ഭൂമിയാകുവാൻ മനുഷ്യർ അറിയാതെ ഒരുങ്ങുക. എവിടെയും നോക്കിക്കേ, അനുസരണക്കേട് അതൊരു സ്വഭാവമാണ്. എവിടെ? ഞാനിവിടുന്ന് ശ്രദ്ധിച്ചു. രാജൻ പാസ്റ്റർ പറഞ്ഞു പുറകിലിരിക്കുന്നവരെല്ലാം മുൻപോട്ട് വരാൻ. ഒരാളും വന്നില്ല. ഇവിടെയെന്നല്ല, എവിടെ അങ്ങനെ തന്നെയാണ്. അനുസരണക്കേട്. വീട്ടിലനുസരിക്കുമോ? ജോലിയിൽ അനുസരിക്കുമോ? ഞാൻ പറയട്ടെ, കഴിഞ്ഞ തലമുറയിൽ, ലാഘവത്തോടെ പറയാം, നിങ്ങൾ ചിന്തിച്ചു. കഴിഞ്ഞ തലമുറയിൽ ഭർത്താവ് ഭാര്യയോട് പറയും, റോസമ്മേ ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരൂ. ഇന്നങ്ങനെ പറയാനൊക്കത്തില്ല. ഞങ്ങളുടെ തുടങ്ങും, റോസമ്മേ ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരാമോ എന്നേ ചോദിക്കത്തുള്ളൂ.
ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരാൻ ചോദിച്ചാൽ റോസപ്പ ചോദിക്കും, നിങ്ങൾ തിളപ്പിച്ചാൽ ചായ തിളക്കത്തില്ലെന്ന്. കാലം മാറി. അനുസരണക്കേട് ലോകത്തിൽ എവിടെയും. എന്താണെന്നറിയാവോ ഈ അനുസരണക്കേട് വരാൻ കാരണം എന്നാ? ഈ വൈദ്യുതി കൊണ്ട് ഈ ലൈറ്റ് കത്തിച്ച് ഈ മനോഹരമായി ഗ്രൗണ്ട് അലങ്കരിച്ചിരിക്കുന്നത് പോലെ സാത്താൻ ഭരിക്കുന്ന ലോകത്തിന് വേണ്ടി ഒരുങ്ങുക. എവിടുന്നാണ് ഈ അനുസരണം വരുന്നത്? അനുസരണക്കേട് വരുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ ആത്മാവ് എവിടുത്തേതാണെന്ന് അത് ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ വ്യാപരിപ്പിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളും അതിൻ്റെ കാറ്റടിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മളിൽ ഈ അനുസരണക്കേട് വരുന്നത്. ഹല്ലേലൂയ. വായിച്ച് എഫേസ്യർ 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്ത വാക്യം. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരി സാത്താൻ, ആകാശത്തിന്റെ അധികാരി. അടുത്ത വാക്യം. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. അപ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് സാത്താന്റെ ആത്മാവാണ്, ആകാശത്തിന്റെ അധികാരിയാണ്. അവൻ അനുസരണക്കേട് ലോകത്തിൽ പരത്തുന്നത്. അവൻ ഭരിക്കുമ്പോൾ ആരും ആരെയും അനുസരിക്കാൻ പാടില്ല. അങ്ങനെയാണ് വെളിപ്പാട് 6:3 പറയുന്നത്, സമാധാനം എടുത്തു കളയും. ലോകം അറിഞ്ഞല്ല അറിയാതെയുമല്ല പ്രവചന നിവൃത്തി എന്ന വണ്ണം സാത്താന്യ ഭരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ലോകം കാലാവസ്ഥ ഒരുങ്ങുന്നു. ഭരണകൂടങ്ങളെ നോക്കിക്കേ. ഞാൻ പറഞ്ഞല്ലോ 200ഓളം രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യത്തിലും ഭരിക്കുന്നവർ ഏത് പാർട്ടിയായാലും നല്ല പ്രഗത്ഭന്മാരാ രാജ്യം ഭരിക്കുന്നത്. ഒരു രാജ്യത്തിലും ഭരണകർത്താക്കൾ മോശമല്ല. നമ്മൾക്ക് അഭിപ്രായം ഇല്ലെങ്കിലും മിടുമിടുക്കന്മാരെ ഭരിക്കത്തുള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി ലോകസമ്മതന. അദ്ദേഹത്തിന്റെ വില അറിയണമെങ്കിൽ വെളിയിൽ ചെല്ലണം. അമേരിക്കൻ പ്രസിഡന്റ് ലോകസമ്മതന. ഇങ്ങനെ ലോകത്തിലെ ഭരണകർത്താക്കളെല്ലാം സമ്മതര. എന്നിട്ടും ജനങ്ങൾക്ക് തൃപ്തിയില്ല. മാത്രമല്ല ബുദ്ധിജീവികൾ, ചിന്താശൈലികാർ 2009 മുതൽ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ന്യൂ വേൾഡ് ഓർഡർ. ഇന്റർനെറ്റിൽ പരതിയാൽ നിങ്ങൾക്കത് കിട്ടും. അതിന്റെ അർത്ഥം വൺ വേൾഡ് ഗവൺമെന്റ്. എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എടുത്തു വെച്ചേക്കണം മകളെ. ബുദ്ധിമാന്മാർ പറയുന്നു, ഇനി സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും അവരുടെ പരമാധികാരം ഉള്ളപ്പോൾ തന്നെ ഇവരെ എല്ലാം കോർത്തിണക്കി ഒരു സുഗമമായ സുന്ദരമായ ഏകലോകം കൊണ്ടുപോകുവാൻ ഒരു ഏകലോക ഭരണകൂടം വരണം. അതിൻ്റെ പേരാണ് ദ ന്യൂ വേൾഡ് ഓർഡർ, വൺ വേൾഡ് ഗവൺമെന്റ്. അതിൻ്റെ മുന്നോടിയാണ് ലോക ബാങ്ക്, ലോക കോടതി, ലോകാരോഗ്യ സംഘടന. ഇതെല്ലാം വന്നു കഴിഞ്ഞു. ഒരു ലോക ഗവൺമെന്റിന് വേണ്ടി ബുദ്ധിജീവികൾ നോക്കുമ്പോൾ 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 13:7 ഇന്നലെ നമ്മൾ വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഒരുവൻ അധികാരം. ഒറ്റ വ്യക്തിക്ക് ലോകത്തിലെ സകല ആളുകളെയും നിയന്ത്രിക്കാൻ വരുന്നുവെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതില്ലേ, അതിൻ്റെ റിഹേഴ്സലാണ്. ഒരു കൊറോണ വൈറസ് കൊണ്ട് ലോകത്തെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നു. സകലരെയും അച്ചടക്കം പഠിപ്പിച്ചു. എന്തിന്? വീട്ടിൽ ഒതുങ്ങാൻ പഠിച്ചു, വിരുന്നിന് പോകാതിരിക്കാൻ പഠിച്ചു, ആഘോഷങ്ങൾ ഒഴിവാക്കാൻ പഠിച്ചു, ആരാധനകൾ വേണ്ടെന്ന് വെക്കാൻ പഠിച്ചു, വളരെ ചുരുങ്ങി ജീവിക്കാൻ പഠിച്ചു. കാരണം സാത്താൻ ഭരിക്കുമ്പോൾ അവന്റെ ഒരുവന്റെ നിയന്ത്രണത്തിൽ ഈ ലോകത്തെ കൊണ്ടുവരും എന്ന് തെളിയിച്ചെങ്കിൽ ഈ കൊറോണ വൈറസിന്റെ രണ്ടാമത്തെ കാരണം ഇത് ദൈവകോപം ഈ ഭൂമിയിലേക്ക് ചൊരിയാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ കാണാം, 4-ാം അധ്യായം പഠിക്കുമ്പോൾ സഭ സ്വർഗത്തിൽ. സഭ എന്ന് പറഞ്ഞാൽ ഒരു ഡിനോമിനേഷൻ അല്ല. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ. അതാണ് 24 മൂപ്പന്മാർ 4-ാം അധ്യായത്തിൽ.
ആ 24 മൂപ്പന്മാർ ആരാണ്? അവരൊരു പാട്ട് പാടുന്നു. 5:8 കാണാം, വെളിപ്പാട് 5:8 കാണാം. സ്വർഗത്തിൽ അവരൊരു പാട്ട് പാടുകയാണ്. വായിക്കാം മോളെ, വെളിപ്പാട് 5-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. വാങ്ങിയപ്പോൾ 4 ജീവികളായ ദൂതന്മാരും 24 മൂപ്പന്മാരും, ആരാന്ന് പറയും? 24 മൂപ്പന്മാരും, ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും, അവരൊരു പാട്ട് പാടുക, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, കേട്ടോ കുഞ്ഞാട്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും, സകല മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ജപ്പാന്, കൊറിയ, ആഫ്രിക്ക, സകല ഗോത്രത്തിലും, ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എങ്കളെ, തമിഴിൽ എങ്കളെ, ഇംഗ്ലീഷിൽ ഞങ്ങളെ വിലയ്ക്കു മേടിച്ചു, ഞങ്ങളെ നീ വിലയ്ക്ക് മേടിച്ചെന്ന് പാടുന്നു. അപ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് പാടുന്നത്. യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരായ 12, പുതിയ നിയമ വിശുദ്ധന്മാരായ 12, ഈ 24 പേർ സ്വർഗത്തിൽ പാട്ടുപാടുമ്പോഴാണ് യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ 7 മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകമാണ് ഈ ഭൂമിയുടെ റിമോട്ട്. സഭ സ്വർഗത്തിൽ പോയപ്പോൾ ഭൂമിയിൽ എന്തു മാറ്റമുണ്ടായി? സാത്താനെ ഭയമുള്ള ഒരു ശക്തി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 2 തെസ്സലോനിയർ 2:7 കാണാം. സാത്താൻ ആറ്റം ബോംബിനെ ഭയമില്ല, അവൻ ഹൈഡ്രജൻ ബോംബിനെ ഭയമില്ല, അവൻ മിസൈലിനെ പേടിയില്ല. വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം അവൻ സഞ്ചരിക്കും. അവൻ ഒരൊറ്റ കാര്യമേ ഭയമുള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ. അത് സ്വർഗീയമാണ്. ആ ശക്തി ഈ ഭൂമിയിൽ നിന്നുണ്ട്. അതെവിടെ ഇരിക്കുന്നു? ഏതെങ്കിലും ഒരു കെട്ടിടത്തിലല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ. 2 തെസ്സലോനിയർ 2:7 വായിക്കാം. 2 തെസ്സലോനിയർ 2:7. ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. സാത്താൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ തടസ്സം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ രക്ഷയുടെ അനുഭവമുള്ള ദൈവമക്കളിൽ മാത്രം. ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരത്തില്ല. യേശുവിന്റെ രക്തത്തിൽ കൂടി രക്ഷ പ്രാപിക്കണം. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. ഏത് കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും വ്യക്തിപരമായി യേശുവുമായി ബന്ധമില്ലെങ്കിൽ, യേശുവിൻ്റെ രക്തവുമായി ബന്ധമില്ലെങ്കിൽ പാപക്കര മാറിക്കിട്ടത്തില്ല. നേർച്ച കാഴ്ചകളും തീർത്ഥാടനങ്ങളും ദാനധർമ്മങ്ങളും വളരെ നല്ലതും സ്വർഗത്തിൽ പ്രതിഫലമുള്ളതുമാണ്. പക്ഷെങ്കിൽ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ അതുകൊണ്ട് നടക്കത്തില്ല. സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ പാപക്കര മാറി ഈ ശരീരം മാറിയെങ്കിൽ മാത്രമേ ഈ ശരീരം തേജസ്കരിക്കപ്പെടത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവ് മാറിയ ഭൂമി. അപ്പോൾ കുഞ്ഞാട് പുസ്തകം വാങ്ങിപ്പോ മുദ്ര പൊട്ടിക്കുമ്പോൾ ഈ ഭൂമിയിൽ സംഭവങ്ങൾ തുടങ്ങും. 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 6-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാട് 6:1. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതാണ് ആന്റി ക്രൈസ്റ്റ്. അടുത്ത വാക്യം, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. സമാധാനത്തിന്റെ അടയാളമാണ് വെള്ള, പക്ഷെ ചതിവനാണ്. ഇരിക്കുന്നവന്റെ കയ്യിൽ യുദ്ധായുധമാണ് ഇരിക്കുന്നത്, സമാധാനമല്ല. അടുത്ത വാക്യം, അവനൊരു കിരീടവും ലഭിച്ചു. അവനൊരു കിരീടം കിട്ടി, ലോകഭരണം. ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. ലോകത്തിലെ ബുദ്ധിജീവന്മാർ, ചിന്തകന്മാർ ഒരുപോലെ പറയുന്നു, ഒരു മിടുമിടുക്കന്റെ കയ്യിൽ ഈ ലോകത്തെ കൊടുക്കാം. ഒരു ബുദ്ധിമാൻ, നയമുള്ളവൻ, കഴിവുള്ളവൻ, അറിവുള്ളവൻ, ആരെയും സംസാരത്തിൽ സമന്വയിപ്പിക്കുവാൻ കഴിയുന്ന നയബുദ്ധിയുള്ളവൻ, ദാനിയേൽ 8:23 പറയുന്ന നയമുള്ളവൻ, കഴിവുള്ളവൻ, ബുദ്ധിയുള്ളവൻ, യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുവാൻ കഴിവുള്ളവൻ, രാജ്യങ്ങളെ തമ്മിൽ പറഞ്ഞ് സമന്വയിപ്പിക്കുവാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിൽ കൊടുക്കാം എന്ന് പറയുന്ന ഇവൻ സമാധാനത്തിൻ്റെ പേര് പറഞ്ഞ് കർത്താവിൻ്റെ മക്കൾ എടുക്കപ്പെട്ട ശേഷം ഈ ലോകത്തിൽ അധികാരം ഏറ്റെടുക്കും. സ്വർഗം നടപടികൾ പതുക്കെ തുടങ്ങും. അതിലൊന്നാമത്തെ നടപടി ആണ് ഈ കൊറോണ. അതിൻ്റെ മുന്നോടിയാണ് ഒന്നാമത്തെ നടപടി. പഴയ കാലത്ത് ഇത് പറഞ്ഞാൽ സംഭവിക്കുമോ എന്ന് ചിന്തിക്കും.
ഇന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, നടക്കും. വായിക്കാം, വെളിപ്പാട് 6:7 വായിക്കാം. വെളിപ്പാട് 6:7. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അടുത്ത വാക്യം. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും മാരകവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാലം 1 വർഷം, വേദപുസ്തക ഭാഷ. കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. കുഞ്ഞാടി മുദ്ര പൊട്ടിക്കുന്നത് കർത്താവിന്റെ സഭ എടുക്കപ്പെട്ട് 3 വർഷം കഴിഞ്ഞാണ്. പഠിക്കുമ്പോൾ കാണാം, ഈ കർത്താവിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷം സാത്താൻ ഈ ഭൂമിയെ ഭരിക്കും. 7-ാം വർഷത്തിൽ സ്വർഗം കർത്താവ് സഭയും വന്ന് അവനെ ഇല്ലായ്മ ചെയ്യും. എന്നാൽ ആ 3 വർഷം കഴിയുമ്പോൾ ഒരു മാരക രോഗമുണ്ടാകും. ആ രോഗത്തിൽ അന്ന് ജീവിക്കുന്ന ലോകത്തിൽ 4-1 മരിക്കും. അതാണ് കാലാംശം. അന്ന് ജീവിക്കുന്ന ആളുകളിൽ 4-1 ആ രോഗം കൊണ്ട് മരിക്കും. പഴയ കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇപ്പം ബോധ്യപ്പെട്ടില്ലേ, കൊറോണ വൈറസ് നിമിത്തം അനൗദ്യോഗിക കണക്ക് 1 കോടി ജനം മരിച്ചെന്ന. 50 കോടി ജനത്തെ തൊട്ടച്ചു പോയി. 1 കോടി ജനം മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 800 പേരിൽ ഒരാൾ മരിച്ചു. 800 കോടി ജനമാണ് ലോകത്തിലുള്ളത്. അതിൽ 1 കോടി മരിച്ചു മാറി എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന 800-ൽ ഒരാൾ മരിച്ചു. ഇത് 2600 വർഷം മുമ്പേ പ്രവചിച്ച കാര്യമാണ്. താല്പര്യമുണ്ടെങ്കിൽ ഞാനത് പറയാം. ഇത് മൂകായും കൊണ്ടൊന്നുമല്ല, കുരങ്ങും കൊണ്ടൊന്നുമല്ല, എലിക്കുഞ്ഞും കൊണ്ടൊന്നുമല്ല, വചന നിവൃത്തിയാണ്. നോക്കിക്കേ, കർത്താവിൻ്റെ സഭയെടുക്കപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ ഒരു മാരക രോഗം വരും. ആ രോഗത്തിൽ 4-1 ആളുകൾ മരിക്കും. 90 ദിവസം അത് ശരീരത്തിൽ ആ രോഗം നിൽക്കും. കണ്ടുപിടിച്ചെങ്കിൽ ഇതിൻ്റെ ആരംഭം 990-ൽ തുടങ്ങി. കൊറോണയൊക്കെ എൻ്റെ 2-ാം അടുക്കാണ്. 1990-ന് ശേഷം ലോകത്തിൽ മുഴുവൻ ഒരു മാരക രോഗം വന്നു. അന്നും ചികിത്സയില്ല, ഇന്നും ചികിത്സയില്ല, ചികിത്സ ഉണ്ടാകത്തുമില്ല. ആ വൈറസ് ആദ്യം വന്നത് 1897. അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അന്ത്യകാലത്തിൻ്റെ ആരംഭമാണ്, യുഗാന്ത്യത്തിൻ്റെ ആരംഭമാണ് 1897. കാരണം അന്നാണ് 1800 വർഷത്തിന് ശേഷം ഇസ്രായേൽ തളിർക്കുന്ന മൊന വന്നത്. സിയോനിസ് സംഘമുണ്ടായി. അതേ വർഷത്തിലാണ് പുകലച്ചെടിയിൽ വൈറസ് ലോകത്തിൽ ആദ്യം കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് 945-ൽ ഇൻഫ്ലുവൻസ എന്ന പേരിൽ ലോകത്തിൽ ഈ പനി വന്നു. അത് വലിയ അപകടമുണ്ടാക്കിയില്ല, പനി വന്ന് മാറി. എന്നാൽ 90-കളിൽ ശേഷം വന്ന ആ രോഗം ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഒരു വൈറസ് കയറി പിടിച്ചു. അന്നും ചികിത്സയില്ല, ഇന്നും ചികിത്സയില്ല, ചികിത്സ ഉണ്ടാകത്തില്ല. ആ രോഗത്തിന് ഓരോ രാജ്യക്കാർ ഓരോ പേരിട്ടു. ആ രോഗം വന്നവർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പേര് പറയാം രോഗത്തിൻ്റെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അമേരിക്കക്കാർ രോഗത്തിൻ്റെ പേരിട്ടാണ് H1N1. ബ്രിട്ടീഷുകാരിട്ട പേരാണ് ഫിഗ് ഫീവർ, പന്നിപ്പനി. കിഴക്കൻ രാജ്യക്കാരിട്ട പേരാണ് യെല്ലോ ഫീവർ. യൂറോപ്യൻകാരിട്ട പേരാണ് ഗിഡിനസ് ഫിയർ, വിറയ്ക്കുന്ന പനി. ഇന്ത്യക്കാരനും മലയാളികളിട്ട പേരാണ് ചിക്കുൻഗുനിയ. ചിക്കൻഗുനിയ വന്നവരില്ലേ ഇതിനകത്ത്? ആ കേട്ടുകൊള്ളുക, അന്ന് ചിക്കൻ ഗുനിയ വന്നവരെ, അന്ന് H1N1 വന്നത് 10 ദിവസം ശരീരത്തിൽ നിന്നു. 10ാമത്തെ ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അവനെ പുറന്തള്ളി. അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വന്നവരുണ്ട്, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. 10ാം ദിവസം പനി പുറത്തു. ഒത്തിരി വിശദീകരിക്കുന്നില്ല, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി, അതിന് പറയുന്ന പേരാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ, അല്ലെങ്കിൽ P53. അലങ്കാര ഭാഷയിൽ ശരീരത്തിൻ്റെ പട്ടാളക്കാരൻ. നമ്മുടെ ശരീരത്തിൽ പോലീസുകാരനുണ്ട്, പട്ടാളക്കാരനുണ്ട്. പോലീസുകാരൻ്റെ പേരാണ്, പോലീസുകാരൻ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യും, പട്ടാളക്കാരൻ കുറ്റവാളിയെ വെടിവെക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പോലീസുകാരനാണ് ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് കൂടെ തരുന്ന പോലീസുകാരനാണ് നമ്മുടെ രക്തത്തിൻ്റെ വെളുത്ത അണുക്കൾ, വൈറ്റ് കോർപ്പസിൽസ്. അതാണ് ശരീരത്തിൻ്റെ പോലീസുകാരൻ. നമ്മുടെ കയ്യോ കാലോ മുറിയുമ്പം പഴുപ്പ് വരുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ആ
രോഗാണുവിനോട് യുദ്ധം ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ പോലീസുകാരൻ മരിച്ച ശവമാണ് ഈ പഴുപ്പ്. എന്നാൽ പട്ടാളക്കാരൻ്റെ പരിപാടി അതല്ല. അവൻ കുറ്റവാളിയെ വെടിവെക്കും. എൻ്റെയും നിങ്ങളുടെ ശരീരത്തിലുള്ള പട്ടാളക്കാരൻ്റെ ഭാഷയാണ് P53 ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ. നമ്മളിൽ അന്നത് കയറി, ഈ അണു കയറി. നമ്മുടെ പട്ടാളക്കാരൻ ഇറങ്ങണമെന്ന് പറഞ്ഞു, അവൻ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഈ കയറിയ രോഗാണുവും നമ്മുടെ ശരീരത്തിൻ്റെ P53 തമ്മിൽ നടന്ന അടിയാണ് പനി, തലവേദന, നടുവേദന, ഛർദില്. 10-ാം ദിവസം നമ്മുടെ പട്ടാളക്കാരൻ ജയിച്ചു, ഇവനെ പുറത്തു ചാടിച്ചു, നമ്മൾ ജയിച്ചു. എന്നാൽ ലോകത്തിൽ അഭിമാനത്തോടെ ഓരോ മലയാളിക്കും പറയാം, ഓരോ തിരുവനന്തപുരം ജില്ലക്കാരനും പറയാം, ലോകത്തിൽ ആദ്യമായി അന്ന് വന്ന ചിക്കൻ ഗുനിയ, H1N1 ഇതിൻ്റെ എല്ലാം റിയാക്ഷൻ ആദ്യം കണ്ടുപിടിച്ചത് തിരുവനന്തപുരത്തെ വൈറോളജിക്കൽ ലാബിലെ ശാസ്ത്രജ്ഞന്മാരാ. അമേരിക്കക്കാരൻ പോലും കണ്ടുപിടിക്കും മുൻപേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പരസ്യമായി പറഞ്ഞു, ഇത് വന്നവർ സൂക്ഷിച്ചോണം. 10 ദിവസം കൊണ്ട് പുറത്തു പോയെങ്കിലും അതിനെ ശക്തി കെട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭാഷയിൽ മ്യൂട്ടേഷൻ. അത് ശരീരത്തിൽ കയറിയാൽ ഇനിയും 12-15 ദിവസം നിൽക്കും, പിന്നെയും പുറന്തള്ളും. അങ്ങനെ കയറി ഇറങ്ങി 90 ദിവസം പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടിയാൽ മനുഷ്യ ശരീരം മരിച്ചു വീഴും എന്ന് പറഞ്ഞപ്പോൾ വെളിപ്പാട് 6:7 പറയുന്നു, ഈ കൊറോണയുടെ എത്ര തരംഗങ്ങൾ വന്നു കഴിഞ്ഞു. ശാസ്ത്രം ബഹുമിടുക്കോടെ വാക്സിൻ ഉണ്ടായി. വാക്സിൻ അടിച്ചോ എടുത്തവരും കൊറോണയ്ക്ക് അധീനപ്പെട്ടു. ഇത് പോകത്തില്ല, ഇത് വർദ്ധിക്കും. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഇതിൻ്റെ തരംഗങ്ങൾ കയറി ഇറങ്ങി ഒരു മനുഷ്യ ശരീരത്തിൽ 90 ദിവസം പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടുമ്പോൾ കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം തികഞ്ഞിരിക്കും. അന്ന് ലോകത്തിൽ 4-1 പേർ മരിച്ചു വീഴും. എന്നാൽ ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുന്ന ഞാനും നിങ്ങളും രോഗമില്ലാത്ത ഒരു ശരീരവുമായി, തേജസ്സിൻ്റെ ശരീരവുമായി സ്വർഗത്തിലായിരിക്കും. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതെവിടെ നിന്ന് വന്നു എന്നൂടെ ഈ കൂടത്തിൽ ഞാൻ പറയണമെന്ന് ചിന്തിച്ചതല്ല, എങ്കിലും പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കുരങ്ങും കൊണ്ടൊന്നുമല്ല, ചൈനക്കാരൻ തന്നതുമല്ല, ഒരു പഴത്തിൽ നിന്നും കിട്ടിയതുമല്ല. പ്രവചന നിവൃത്തി 2600 വർഷം മുൻപേ എഴുതിയ ഒരു പ്രവചനം നിവർത്തിച്ചു. ഹാഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. ഈ മകളൊന്ന് വായിച്ച് കേൾപ്പിക്കും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് വായിക്കണം. ഹാഗായി പ്രവചനം 2600 വർഷം മുമ്പ് ടെലസ്കോപ്പോ മൈക്രോസ്കോപ്പോ വൈദ്യശാസ്ത്രമോ ഒന്നുമില്ലാത്ത കാലത്തെ പരിശുദ്ധാത്മാവിന് എല്ലാ കാലവും ഒരുപോലെ. ആദത്തിനെ സൃഷ്ടിച്ചപ്പോഴും ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് തന്നെയാ. അതേ ശക്തി 2600 വർഷം മുമ്പേ എഴുതി വെച്ചത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഹാഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. കുറഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് ഹാഗായി, സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. ആ മൈക്ക് കൂടെ വായിക്കട്ടെ, കൊച്ചെ ഒന്ന് വായിച്ച മോളെ. ഹാഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. മൈക്ക്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെ ഇളക്കും, സകല ജാതികളെ ഇളക്കും. കേട്ടല്ലോ? അങ്ങനെ ഒരു ഇളക്കം ഇളകി കഴിയുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഈ വാക്യം ശ്രദ്ധിച്ചല്ലോ. ഒരല്പ സയൻസിലേക്ക് പോവുക, നിങ്ങൾ ക്ഷമിക്കണം. മാരകമായ രോഗാണുക്കൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണുവാൻ ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ തൻ്റെ അസിസ്റ്റൻസുമായി ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ചെയ്തത് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 വാതകം ഈ അന്തരീക്ഷത്തിൽ സുലഭം. നിങ്ങൾ ഇരിക്കുന്നിടത്തും ഞാൻ നിൽക്കുന്നിടത്തും എല്ലാം ഉണ്ട്. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇത് 4ഉം എടുത്തിട്ട് 5ാമതൊരു മൂലകം കയറ്റി, സൾഫർ, ഗന്ധകം. അത് വാതകമല്ല, ഗന്ധകം. ഇത് കയറ്റിയിട്ട് അദ്ദേഹം വൈദ്യുതിയല്ല കടത്തിവിട്ടത്, അൾട്രാ വയലറ്റ് രശ്മി കയറ്റിവിട്ടു.
UV, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4, അഞ്ചാമത് സൾഫർ, ആറാമത് അൾട്രാവയലറ്റ് രശ്മി. അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞുപോയി. ആ പാത്രത്തിനകത്ത് ജീവന്റെ ഘടകമുണ്ടായി. വെറും 4 വാതകവും ഒരു മൂലകവും അൾട്രാവയലറ്റ് രശ്മിയും കൂടെ ചെന്നപ്പോൾ ജീവൻ തുടിച്ചു. എന്ത് ജീവൻ? സാധാരണ ജീവനല്ല. ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, വിക്ടർ ഫിലിപ്പ് എങ്ങനെ അവിടെ ഇരിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, എൻ്റെയും നിങ്ങളുടെ DNA ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഡെഡ് ബോഡി ആകും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ അകത്തെ DNA-ക്ക് 2 ഘടകം വേണം. ഡെക്സിറൂബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ആ ജനിതക സംഗതിക്കകത്ത് 2 വസ്തുക്കൾ വേണം. അതിൻ്റെ പേരാണ് പിരാമിഡിൻ, പ്യൂരിറ്റിൻ. ഈ 2 വസ്തുക്കൾ ഉണ്ടെങ്കിൽ DNA-ക്ക് ലൈവ്. ഒരു മൃതദേഹത്തിൻ്റെ DNA പരിശോധിച്ചാൽ ഇതില്ല, കാരണം ജീവനില്ല. അപ്പോൾ ഇതിനകത്ത് പിരാമിഡിനും പ്യൂരിറ്റിനും ഉണ്ടായി. ഏത്? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, UV. എങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ അന്തരീക്ഷത്തിൽ ഇത് 4 ഉണ്ട്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും. തിരുവചനം. കഴിഞ്ഞ 40 വർഷം കൊണ്ട് നിരവധി അഗ്നിപർവ്വത സ്ഫോടനം കരയിലും കടലിലും. എന്തുപറ്റി? 5-ാമൻ സൾഫർ കയറി വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിന്റെ 2-ാമത്തെ തട്ട് 1.5 കോടി കീറി 8% UV ഇറങ്ങി വന്നു. ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും, ആകാശത്തെ ഇളക്കും. അപ്പോൾ ഈ മാരക രോഗം വരും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സായിപ്പിനും പനി, മലയാളിക്കും പനി, ജപ്പാൻകാരനും കൊറോണ പിടിക്കാത്ത ഒറ്റ ജനമില്ല. ലോകത്തിലെ സകല ജനങ്ങൾക്കും കൊറോണ വന്നെങ്കിൽ പുറകെ പറയുന്നു, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന 10,000-ങ്ങളിൽ സുന്ദരനായ കർത്താവായ യേശു ഉടൻ ഇറങ്ങി വരാൻ പോകുന്നു തൻ്റെ മക്കളെ ചേർക്കാൻ. ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് പഠിച്ചാൽ കാണാം. നാം നിൽക്കുന്നത് അന്ത്യകാലത്തിൻ്റെ ഒടുവിലത്തെ സ്റ്റേജിലാണ്. സത്താൻ്റെ ഭരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഏകലോക ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ വന്ന കൊറോണ നിമിത്തം ലോകത്തെ മനുഷ്യനെ മുഴുവൻ അച്ചടക്കം പഠിപ്പിച്ചെങ്കിൽ അവൻ ഈ ലോകത്തെ നിയന്ത്രിക്കും. എങ്ങനെ നിയന്ത്രിക്കും? വായിക്കാം. വെളിപ്പാട് 13:1 വായിക്കാം. വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇതാണ് ആന്റി ക്രൈസ്റ്റ്, പിശാച്. 10 കൊമ്പ്. എത്ര കൃത്യമായിട്ട് പ്രവചനം നിവർത്തിച്ചു. ഏതാണ് ഈ 10 കൊമ്പ്? 2600 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകനായിരുന്ന ദാനിയേലിനെ സ്വർഗം വെളിപ്പെടുത്തി. ലോകത്തിൽ ഭാവിയിൽ ആരെല്ലാം ഭരിക്കും? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. ദൈവമക്കളെ, സുഹൃത്തുക്കളെ, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 2 പ്രത്യേകത. 1, ക്രൈസ്തവ ലോകത്തിനത് പ്രവചനം. ക്രൈസ്തവരല്ലാത്തവർക്കും ഒരു പ്രത്യേകത. ഏത് രാജ്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും ചരിത്രത്തിൽ ഡിഗ്രി വേണമെങ്കിൽ പുരാതന ലോകചരിത്രം പഠിക്കണം. ആൻഷ്യൻ വേൾഡ് ഹിസ്റ്ററി. അതാണ് ദാനിയേൽ 7. ദാനിയേൽ 7 എന്ന് പറയുന്നത് പുരാതന ലോക ചരിത്രമാണ്. ഞാനത് ചുരുക്കിയേ പറയത്തുള്ളൂ സമയം ലാഭിക്കാൻ. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ പുസ്തകം ഞാൻ വെളിയിൽ എഴുതിയുണ്ട്. ദാനിയേൽ പ്രവചന വീക്ഷണം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വേഗം വായിക്കാം. ദാനിയേൽ 7:1. ബാബേൽ രാജാവായ ബേൽഷസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ആകാശത്തിന്റെ കാറ്റെന്ന് പറഞ്ഞാൽ മഴക്കാറ്റല്ല, ആകാശത്തിന്റെ ശക്തിയായ സാത്താന്റെ പവർ മനുഷ്യ മഹാസമുദ്രത്തിന്മേലടിക്കും. അടുത്ത വാക്യം. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. 2600 വർഷം മുമ്പ് അദ്ദേഹം എഴുതി, ഭാവിയിൽ ലോകത്തിൽ ആരെല്ലാം ഭരിക്കും.
നിങ്ങളെ ദയവായി ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്ര കൃത്യം പ്രവചനം നിറവേറിയ ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല. അടുത്ത വാക്യം വായിക്കാം. ഒന്നാമത്തേത് സിംഹത്തോട് ദൈവദാസന്മാർക്ക് ഇത് അറിയാവുന്നതാ, എങ്കിലും ഞാൻ വിശദീകരിക്കുകയാണ്. ഈ 10 കൊമ്പ് പറയാനായിട്ടാണ് ഇത് കൊണ്ടുവരുന്ന പുറകിൽ നിന്നും അതിന്റെ അധികാരികതയും അതിന്റെ പ്രത്യേകതയും വെളിപ്പെടുത്താനാ. ഒന്നാമത്തേത് സിംഹത്തോട് സാദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറകു പറഞ്ഞുപോയി, അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. 10ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ച കുട്ടികൾ മുഴുവൻ ഇത് സ്കൂളിൽ വേറെ ഫോമിൽ പഠിച്ചതാ. ഒന്നാമത്തെ ലോകം കണ്ട സാമ്രാജ്യം, ആദ്യമേ ഉണ്ടായ ചക്രവർത്തി ബാബിലോൺ ചക്രവർത്തി നെബൂഖദ്നേസർ. അതുവരെ രാജാക്കന്മാരേ ഉള്ളൂ. അദ്ദേഹമാണ് ഒരു വലിയ സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ച് ചക്രവർത്തിയായി. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, അതിനെ നിലത്തു നിന്നും പൊക്കും. അതിസുന്ദരമായ ബാബേൽ കോട്ട അദ്ദേഹം നിർമ്മിച്ചു. അന്നത്തെ കാലത്തെ ഏതാണ്ട് 3000 വർഷം മുൻപാണ്. ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്തെ 2 രഥങ്ങൾ ഓടത്തക്ക വീതിയിലുള്ള കോട്ട മതിൽ. അതിൽ കൂടി സഞ്ചരിച്ചാൽ മുഴുവൻ പട്ടണവും കാണാം. ദാനിയേൽ 4:30 കാണാം. അതിൽ കൂടി സായങ്കാലത്ത് സഞ്ചരിച്ച് അവിടുത്തെ പ്രകാശങ്ങളും നിർമ്മിതി കണ്ട് ഇദ്ദേഹം അഹങ്കരിച്ചേച്ച് പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ പണമെടുക്കൊണ്ട് നിർമ്മിച്ചതല്ലയോ. തത്സമയം ദാനിയേൽ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതിനെ അവഗണിച്ചു. ദൈവദാസന്മാർ മുന്നറിയിപ്പ് തന്നാൽ, ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാകും. ദാനിയേൽ പ്രവാചകൻ പച്ചയ്ക്ക് പച്ച പറഞ്ഞു, തിരുമേനി സൂക്ഷിച്ചോണം, തിരുമേനിക്കൊരു കഷ്ടകാലം വരുന്നു. ഒരു ചക്രവർത്തി ഒരു ഉപദേശിയുടെ വാക്ക് കേൾക്കാൻ സാധ്യതയില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഇദ്ദേഹത്തിന് ഒരു രോഗം വന്നു. വൈദ്യശാസ്ത്രം ആ രോഗം കണ്ടുപിടിച്ചു. ഒരു മാനസിക രോഗം. അതിന് വൈദ്യശാസ്ത്രം ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേരാണ് ലൈക്കൻത്രോഫി. കിറി താഴോട്ട് തൂങ്ങും, വായിക്കൂടെ സലൈൻ, ഈള ഒഴുകും, നഖം നീളും, കണ്ണ് പ്രൊജക്റ്റ് ചെയ്യും, സംസാരിക്കത്തില്ല, വസ്ത്രം ധരിക്കത്തില്ല, പുല്ല് തിന്നും, കല്ല് പെറുക്കി നടക്കും. അതാണ് ലൈക്കൻത്രോഫി. ആ രോഗം ആ ചക്രവർത്തിക്ക് വന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിലത്തു നിന്നും പൊക്കി. രണ്ടാമത്തേത് വായിച്ചേ, അതിന്റെ തുടർച്ച. അടുത്ത രണ്ടാമത് കരടിയോട് സാദൃശ്യമായൊരു മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ടുനിന്നു. ഞാനിത് വിശദീകരിക്കുന്നു. ഇത്രയും ചരിത്രത്തിൽ സംഭവിച്ചെങ്കിൽ പിശാച് എതിർ ക്രിസ്തു വരുന്ന 10 കൊമ്പ് പറയാനാണ്. ഈ ബാബിലോൺ സാമ്രാജ്യം ചക്രവർത്തിക്ക് രോഗം വന്ന് തകർന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭരണകർത്താക്കളില്ലാതെയായി. ആ പേർഷ്യൻകാരും മേദ്യരും കൂടെ ചേർന്ന് പിടിച്ചെടുത്തു. അതാണ് കരടി. ഒരു പാർശ്വം ഉയർത്തി വായിൽ 3 വാരിയല്ലേ പ്രവചനം. പേർഷ്യരും മേദ്യരും ചേർന്ന് പിടിച്ചെങ്കിലും ഭരിച്ചത് ഒരു പാർശ്വം ഉയർത്തി പേർഷ്യർ ഭരിച്ചു. 3 വാരിയല്ലേ. അവർ 3 രാജ്യം പിടിച്ചെടുത്തു. ലിബിയ, ഈജിപ്റ്റ്, ബാബിലോൺ. പ്രവചനം നിറവേറി. അടുത്തത് വായിക്കാം. മൂന്നാമത്തത്. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അടുത്ത വാക്യം. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. അക്ഷരം പ്രതി നിവർത്തിച്ചു. രാത്രി മൂന്നാമത്തത് ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവിന്റെ മകൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഏറ്റവും ചെറിയ രാജ്യമായ മാസിഡോണിയ, കേരളത്തിന്റെ പോലും വലിപ്പമില്ല. അവിടുത്തെ അന്നത്തെ രാജാവിൻ്റെ മകനാണ് അലക്സാണ്ടർ. അദ്ദേഹത്തിനൊരു മോഹം, ലോകം വെട്ടിപ്പിടിക്കണം. അതാണ് നോക്കിക്കേ, 4 തല 4 ചിറക്. അന്നത്തെ ലോകം മുഴുവൻ അദ്ദേഹം പിടിച്ചെടുത്തു. ഇംഗ്ലണ്ടൊന്നും ലോകത്തിലില്ല ചരിത്രത്തിൽ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യൻ രാജ്യങ്ങൾ, പേർഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. ഒരു സ്ഥലത്ത് വന്ന് അദ്ദേഹം പോയി. നമ്മുടെ ഇന്ത്യ, അന്നത്തെ ഇന്ത്യ, ഇന്നത്തെ പാകിസ്ഥാൻ, അന്ന് ഇന്ത്യയാ. ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ല സുസജ്ജമായൊരു സൈന്യമുണ്ടായിരുന്നു. 2400 വർഷങ്ങൾക്ക് മുൻപേ. ആ സൈന്യത്തിന് ഇന്ത്യൻ പേരാണ് മെഗിദോ ആർമി. നമ്മുടെ അന്നത്തെ രാജാക്കന്മാരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അവരെ വാളുമായിട്ട് നിൽക്കുന്നിടപ്പം ഈ അലക്സാണ്ടർ പറഞ്ഞു, ഇന്ത്യക്കിട്ട് കളിക്കേണ്ട, പോയേക്കാം. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. കേട്ടുകൊള്ളുക, അധികാരം ഇങ്ങനെ കിട്ടി ലോകം പിടിച്ചെടുത്ത അധികാര മത്തിൽ ഒരു രാത്രി മുഴുവൻ മദ്യപിച്ച് അടുത്ത പകൽ മുഴുവൻ കൊട്ടാരത്തിലെ കുളത്തിൽ മുങ്ങിക്കുളിച്ചു. പലരും വിലക്കിയത, അത് കേട്ടില്ല. മദ്യപിച്ചു മുങ്ങിക്കുളിച്ചു. അടുത്ത രാത്രിയിൽ ന്യൂമോണിയ പിടിച്ചു. അദ്ദേഹം മരിച്ചു.
പ്രവചനം കേട്ടുകൊള്ളുക. അതിന് 4 തലയ്ക്ക് ആധിപത്യം. ഇദ്ദേഹം മരിച്ചു, അടക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബൃഹത്തായ രാജ്യം ആര് ഭരിക്കും? മക്കളില്ല, ഭാര്യ ഗർഭിണി. ഉടൻ അടുത്ത മീറ്റിംഗ് കൂടി. അദ്ദേഹത്തിൻ്റെ 4 കമാൻഡർമാർ രാജ്യം വീതിച്ചെടുത്തു. അതിനു വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ എഴുതി 4 തലയ്ക്ക് ആധിപത്യം. അദ്ദേഹത്തിൻ്റെ 4 പ്രവാചകന്മാർ പടിഞ്ഞാറ് ഭാഗം സീനിയർ കമാൻഡർ ലെസിമക്കീസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ മാസഡോണിയ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ക്യാപ്റ്റൻ കസാൻഡർ എടുത്തു. ഈജിപ്റ്റ് ക്യാപ്റ്റൻ ട്രോളമി എടുത്തു. സിറിയ സെലൂക്യസ് എടുത്തു. പ്രവചനം ഫോട്ടോ എടുത്തതുപോലെ നിറവേറി. അടുത്തതിലേക്ക് വരാം. എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? ശ്രദ്ധിച്ചു കൊള്ളുക. അടുത്ത വാക്യം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ലോകം കണ്ടതിൽ ഏറ്റവും ദുഃഖകരമായ ഭരണം ഇരുമ്പ് ഭരണം. മനുഷ്യന്റെ സംസ്കാരത്തിന് കറുത്ത പൊട്ടെ. ഏതാണ്ട് 400ഓളം വർഷം ലോകം ഭരിച്ച റോമൻ ചക്രവർത്തിമാർ, റോമൻ സഭയല്ല, റോമൻ ചക്രവർത്തിമാർ. ഇരുമ്പ് പല്ലേ, തിന്നുക, തകർക്കുക, കാൽ കൊണ്ട് ചവിട്ടുക. കുറ്റവാളികൾക്ക് ഇത്രയും ഭയങ്കരമായ ശിക്ഷ വിധിച്ച ഒരു ഗവൺമെന്റും ഉണ്ടായിട്ടില്ല. ഒരു ഗവൺമെന്റും ഉണ്ടായിട്ടില്ല. ഹിറ്റ്ലറാണ് ഏറ്റവും വലിയ ഭീകരൻ. ആ വ്യക്തി പോലും ചെയ്യാത്തതാണ് ചെയ്തത്. എന്താ? കുറ്റവാളികളെ ജീവനോടെ തൊലി പൊളിക്കുക, എണ്ണയ്ക്കകത്ത് പച്ചക്കിട്ട് വറുത്തെടുക്കുക. രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ വൈദ്യുതി ഇല്ലാത്ത കാലമല്ലേ? കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിൽ ക്രൈസ്തവരെ, 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ കുറ്റവാളികളെന്ന് പറഞ്ഞ് കൈകെട്ടി നിർത്തി തലയിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് ഡാൻസ് ചെയ്തവർ. ഇന്നും നിങ്ങൾ ഇറ്റലിയിലെ റോമിൽ ചെന്നാൽ ഒരു സ്ഥലം ടിക്കറ്റ് കൊടുത്താൽ ഒരു സ്ഥലത്ത് ചെല്ലാം. ഒരു ഭൂഗർഭ തിയേറ്റർ, കൊലോസിയം. ആയിരക്കണക്കിന് റോമൻ പൗരന്മാർ നല്ല ദിവസം വന്നിരിക്കും. ചക്രവർത്തി എഴുന്നള്ളും. ഈ സ്റ്റേജിൻ്റെക്കാൾ വലിപ്പ പൊക്കമുള്ള ഇരുമ്പ് കൂട് കൊണ്ടുവയ്ക്കും. അതിനകത്ത് വിശന്ന് കിടക്കുന്ന സിംഹങ്ങളെ കൊണ്ട് വെച്ചിട്ട് ക്രൈസ്തവരെ എറിഞ്ഞുകൊടുത്തു. അതാണ് തിന്നുക, തകർക്കുക, ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടുക. ലോകം കണ്ട ഭയങ്കര ഭരണം. ഇനിയാണ് പ്രവചനത്തിന്റെ നിവൃത്തി. അടുത്ത വാക്യം വായിക്കാം. മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യസ്തമുള്ളതായിരുന്നു. അടുത്ത വാക്യം. അതിന് 10 കൊമ്പുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അടുത്തത്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു. ഇതാണ് ആന്റി ക്രൈസ്റ്റ്. ചെറിയ കൊമ്പ് മുളച്ചു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞു പോയി. ഇനി 24-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് നമ്മുടെ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ കൊമ്പ്? ഇന്ന് ലോകം എവിടെ നിൽക്കുന്നു? ദൈവമക്കൾ ശ്രദ്ധിക്കുക. 24-ാമത്തെ വാക്യം, 7:24. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുൻപിലെത്തവരോട് വ്യത്യസ്തമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. ഈ ചരിത്രം നിർവർത്തിക്കുന്ന സമയത്താണ് ഇന്ന് രാത്രി ഈ പ്രസംഗം. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജാക്കന്മാർ ഒന്നിച്ചെഴുന്നേൽക്കും. എഴുന്നേറ്റാൽ 3 രാജാക്കന്മാരെ വീഴിക്കും. എന്താണ് ഇന്ന് ലോകത്തിൽ 3 ഭരണം? ഇന്ത്യ ഉൾപ്പെടെ ജനാധിപത്യം. ചില രാജ്യങ്ങളിൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഏകാധിപത്യം. ചില രാജ്യങ്ങളിൽ രാജഭരണം. അത് 3 ക്യാൻസൽ ചെയ്തിട്ട് സർവാധിപത്യം എടുക്കും. എപ്പോൾ? റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് വരുന്ന തലമുറയിൽ. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം 1953 ആയപ്പോൾ യൂറോപ്പിലെ 2 രാജ്യങ്ങൾ പരസ്പരം 75 വർഷം യുദ്ധം ചെയ്ത് തകർന്നു. ഫ്രാൻസ്, ജർമ്മനി. പണനഷ്ടം, ആൾനഷ്ടം. അവർ ദരിദ്രത്തിലേക്ക് കൂമ്പുകുത്തിയപ്പോൾ ആ ബോധം വന്നത്. അവർ പറഞ്ഞു ഇനി നമുക്ക് യുദ്ധം ചെയ്യണ്ട, നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കി ഐക്യതയോടെ പോകാം. അങ്ങനെ അവർ 1953 ഒരു യൂണിയൻ ഉണ്ടാക്കി. ആ യൂണിയന്റെ പേരാണ് യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. ESCC എന്ന് ചുരുക്കപ്പേരിൽ പറയും. ഇരുമ്പും കരിയും യൂറോപ്പിൽ വിൽക്കുന്ന ബിസിനസ്. അതങ്ങോട്ട് മെച്ചപ്പെട്ടു വന്നു. 1973 ആയപ്പോൾ യൂറോപ്പിലെ 10 രാജ്യങ്ങൾ പറഞ്ഞു നമുക്കും അവരുടെ കൂടെ ചേരാം. അങ്ങനെ 12 രാജ്യങ്ങൾ ചേർന്ന് സംഘടിച്ചൊരു സംഘടനയുടെ പേരാണ് യൂറോപ്യൻ യൂണിയൻ. നിങ്ങൾ ഇന്നും പേപ്പറിലെടുത്ത കാണാം.
യൂറോപ്യൻ യൂണിയൻ